അതെ, രോഗം മണത്ത് കണ്ടുപിടിക്കുന്ന യന്ത്രം. ഞാൻ തമാശ പറഞ്ഞാണെന്ന് കരുതണ്ട. ഇപ്പോഴത്തെ റിസർച്ചേഴ്സൊക്കെ അങ്ങനെയാണ് കാണിക്കുന്നത്. പ്രത്യേകിച്ച് ഡാറ്റാ സയൻസ്, ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്, മെഡിക്കൽ ഇൻസ്ട്രുമെൻറ്റേഷൻ എന്നിവയിലൊക്കെ നടക്കുന്ന റിസർച്ചേഴ്സ് ഇത്തരത്തിലുള്ള ഇലക്ട്രോണിക് നോസസിന്, പ്രത്യേകിച്ച് മെഡിക്കൽ ഡയഗ്നോസ്റ്റിക്സിന് വേണ്ടി യൂസ് ചെയ്യുന്ന പല റിസർച്ചുകളും റീസെൻ്റ്ലി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള റിസർച്ച് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താമെന്ന് കരുതുന്നു. ഇത്തരത്തിലുള്ള ഒരു നോസ്, അതായത് ഇലക്ട്രോണിക് നോസ്, പാർക്കിൻസൺസ് ഡിസീസ് അറിയാലോ, PD എന്നറിയപ്പെടുന്ന പാർക്കിൻസൺസ് ഡിസീസ് ഏർലി ഐഡൻറ്റിഫിക്കേഷന് വേണ്ടിയാണ് ഈ റിസർച്ചേഴ്സ് യൂസ് ചെയ്തത്. അതിനെപ്പറ്റി നമുക്കൊന്ന് നോക്കാം. ഈ സ്റ്റഡി പബ്ലിഷ് ചെയ്തത് ACS ഒമേഗ എന്ന് പറയുന്ന ജേണലാണ്. ACS എന്ന് പറയുന്ന അമേരിക്കൻ കെമിക്കൽ സൊസൈറ്റിയുടെ ഒരു ജേണലാണിത്. ഒമേഗ എന്ന് പറയുന്ന ജേണലാണ് പബ്ലിഷ് ചെയ്തത്. ഇത് പബ്ലിഷ് ചെയ്ത റിസർച്ചേഴ്സൊക്കെ ചൈനയിൽ നിന്നുള്ള റിസർച്ചേഴ്സാണ്. ഈ റിസർച്ചേഴ്സൊക്കെ ചൈനയിലുള്ള ഷെയ്ഷാങ് യൂണിവേഴ്സിറ്റി എന്നുള്ള റിസർച്ചേഴ്സാണ്. പിന്നെ ഷെയ്ഷാങ് യൂണിവേഴ്സിറ്റി സ്കൂൾ ഓഫ് മെഡിസിൻ എന്നുള്ള റിസർച്ചേഴ്സ് ഉണ്ട്. പിന്നെ ടിയാൻജിൻ യൂണിവേഴ്സിറ്റി ഓഫ് ട്രഡീഷണൽ ചൈനീസ് മെഡിസിൻ, അതായത് ചൈനക്കാരുടെ ട്രഡീഷണൽ മെഡിസിനെ പറ്റി റിസർച്ച് ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. അവിടെ നിന്നുള്ള റിസർച്ചേഴ്സൊക്കെ ചേർന്നാണ് പബ്ലിഷ് ചെയ്തേക്കുന്നത്. ഈ റിസർച്ചേഴ്സ് പ്രത്യേകിച്ച് ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ ഇലക്ട്രോണിക് നോസ് ഡെവലപ്പ് ചെയ്യണം. അതായത് നമ്മുടെ ഈ പാർക്കിൻസൺസ് രോഗമുള്ളവരുടെ വിയർപ്പിൽ നിന്ന് വളരെ ഏർലി തന്നെ ഈ രോഗം ഐഡൻറ്റിഫൈ ചെയ്യാനുള്ളൊരു മെക്കാനിസമാണ് അവർ കണ്ടുപിടിച്ചത്. പ്രത്യേകിച്ച് ഡാറ്റാ സയൻസും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടെക്നിക്സും മെഷീൻ ലേണിംഗ് ടെക്നിക്സും ഒക്കെ ഉപയോഗിച്ച് ഒരു ഈ ഇലക്ട്രോണിക് ഓൾഫാക്ടറി സിസ്റ്റം എന്ന് വെച്ചാൽ നമ്മുടെ ഗന്ധം അറിയുന്ന നമ്മുടെ ആ ഒരു കഴിവിനെയാണ് ഓൾഫാക്ടറി മെക്കാനിസം എന്നൊക്കെ പറയുന്നത്. അതിന് വേണ്ടിയുള്ള ഒരു ഡിവൈസ് ഡെവലപ്പ് ചെയ്യുകയാണ് ചെയ്തത്. ഇത് വളരെ ഏർലി സ്റ്റേജിലാണ്. എന്തെങ്കിലും ഒരിക്കൽ ഡോക്ടേഴ്സൊക്കെ ഇത്തരത്തിലുള്ള ഡിവൈസ് ഉപയോഗിച്ച് വളരെ ഏർലി തന്നെ പാർക്കിൻസൺസ് ഡിസീസസ് കണ്ടുപിടിക്കാൻ കഴിയുമെന്നാണ് ഈ റിസർച്ചേഴ്സ് പ്രതീക്ഷിക്കുന്നത്. ഈ റിസർച്ചിന് വേണ്ടിയുള്ള ഫണ്ടിങ് ഒരു 6-7 റിസർച്ച് ഫണ്ടിങ് ഓർഗനൈസേഷൻസാണ് കൊടുത്തത്, പ്രത്യേകിച്ച് ചൈനയിൽ നിന്നുള്ള. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. കുറേയേറെ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അവരുടെ നാച്ചുറൽ സയൻസ് ഫൗണ്ടേഷൻ ഓഫ് ചൈന ഉണ്ട്. പിന്നെ ഷെയ്ഷാങ് പ്രൊവിഷണൽ നാച്ചുറൽ സയൻസ് ഫൗണ്ടേഷൻ ഉണ്ട്. കുറേയേറെ ഫൗണ്ടേഷൻസാണ് ഇതിനു വേണ്ടിയുള്ള റിസർച്ച് കൊടുത്തേക്കുന്നത്. അതിൽ നിന്ന് തന്നെ പാർക്കിൻസൺസ് ഡിസീസ് അത് പ്രത്യേകിച്ച് ചൈനയിലും ലോകമെമ്പാടും ഇത് വളരെ കോമൺ ആയിട്ടുള്ളൊരു ഡിസീസായി മാറുന്നുണ്ട്. അതിൽ തന്നെ റിസർച്ചിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. ഈ പാർക്കിൻസൺസ് ഡിസീസിന് പ്രത്യേകിച്ച് അതിന് ക്യൂറൊന്നും ഇല്ലെങ്കിലും വളരെ ഏർലി ട്രീറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് വല്ലാതെ ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയും. അതുകൊണ്ടാണ് ഈ റിസർച്ചിനൊരു ഇമ്പോർട്ടൻസ് ഉള്ളത്. ഈ രോഗം വളരെ നേരത്തെ വരുമെങ്കിലും ഈ വിറയലും അല്ലെങ്കിൽ നടക്കാനുള്ള ബുദ്ധിമുട്ടും അല്ലെങ്കിൽ ഡിമെൻഷ്യ, ഡിപ്രഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി നമ്മളെ അതായത് ഈ മോട്ടോർ നെർവ്സിനായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സിംറ്റംസ് വന്നു തുടങ്ങുമ്പോഴേ ആൾക്കാർ ഇത് വന്നു എന്ന് നമുക്ക് വിസിബിളായിട്ട് അറിയാൻ കഴിയുള്ളൂ. പക്ഷേ അതിന് മുമ്പ് തന്നെ നമ്മുടെ വിയർപ്പിലുള്ള ചില ഗന്ധങ്ങൾ ചേഞ്ച് ആകുമെന്നും അത്തരത്തിലുള്ളൊരു ഗന്ധങ്ങൾ വെച്ച് നേരത്തെ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാം എന്നാണ് ഈ റിസർച്ചേഴ്സ് അതിനുവേണ്ടിയാണ് ട്രൈ ചെയ്തത്. ഈ ഒരു ഇൻസ്ട്രുമെൻ്റ്, ഈ ഡെവലപ്പ് ചെയ്ത ഇൻസ്ട്രുമെൻ്റ് ഒരു ബേസ് എന്ന് പറയുന്നത് വളരെ റീസെൻ്റായിട്ട് ചില റിസർച്ചേഴ്സ് ഈ പാർക്കിൻസൺസ് ഡിസീസ് വന്നവരുടെ വിയർപ്പിലുണ്ടാകുന്ന ചെറിയ വ്യത്യാസങ്ങൾ, പ്രത്യേകിച്ച് ഈ സീബം ഉണ്ടല്ലോ, നമ്മുടെ സ്കിന്നില്ലാതെ വിയർപ്പിലൂടെ വരുന്ന നമ്മുടെ സെബേഷ്യസ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സീബത്തിൽ ഉണ്ടാകുന്ന കോമ്പൗണ്ട്സ് ചെറിയ മാറ്റങ്ങളും, പ്രത്യേകിച്ച് വളരെ ഇൻക്രീസ്ഡ് ആയിട്ടുള്ള എമൗണ്ടിൽ ചില എൻസൈംസും ഹോർമോൺസും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ടും അതിൻ്റെ ഫലമായിട്ട് ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഒരു ഗന്ധമുണ്ടല്ലോ, ഒരു വിയർപ്പിൻ്റെ മണം, അതിലൊരു മാറ്റം വരുന്നുണ്ട് എന്നും ചില റിസർച്ചേഴ്സ് പറഞ്ഞു. അതിനെ ബേസ് ചെയ്തിട്ടാണ് അവർ ഈ ഡിവൈസ് ഡെവലപ്പ് ചെയ്തത്. പ്രത്യേകിച്ച് ചില കോമ്പൗണ്ട്സ് ആണ് അവർ ഫോക്കസ് ചെയ്തത്. അതായത് octanal അല്ലെങ്കിൽ ഹെക്സൈൽ, acetate അല്ലെങ്കിൽ പെരിലിക് aldehyde എന്നൊക്കെ പറയുന്ന കെമിക്കലിനെ ബേസ് ചെയ്തിട്ടാണ് അവർ ഈ ഡിവൈസ് ഡെവലപ്പ് ചെയ്തത്. പ്രത്യേകിച്ച് അവർ ഇതിൻ്റെ ഒരു പ്രസൻസ് സാധാരണ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്ന വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഗ്യാസ് ക്രോമാറ്റോഗ്രാഫി പോലുള്ള ഇൻസ്ട്രുമെൻറ്റോ അല്ലെങ്കിൽ മാസ് സ്പെക്ട്രോമീറ്റേഴ്സൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഇത്തരത്തിലുള്ള കോമ്പൗണ്ട്സിനെ ലാബിലാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഇതിനുവേണ്ടി അവർ വളരെ ചെറിയ മൂവ് ചെയ്യാൻ പറ്റുന്ന ഡേറ്റാ ബേസ്ഡ് മെഷീൻ ലേണിംഗ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ഡെവലപ്പ് ചെയ്യുകയും അതിന് ശേഷം അതിനെ ഒന്ന് ട്രെയിൻ ചെയ്തതിന് ശേഷം അത് എത്രത്തോളം എഫക്റ്റീവായിട്ട് അതായത് ഈ കെമിക്കൽസിൻ്റെ ഒരു പ്രസൻസ് കൊണ്ട് ഈ പാർക്കിൻസൺസ് ഡിസീസിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട് എന്നാണ് അവർ പബ്ലിഷ് ചെയ്ത ഈ ഡോക്യുമെൻറ്റിൽ പറയുന്നത്. ഞാൻ ഈ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കൂടുതൽ പോകുന്നില്ല, പക്ഷേ അതിനെപ്പറ്റി ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വേണ്ടി ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഗ്യാസ് ക്രോമാറ്റോഗ്രാഫി GC എന്ന് പറയുന്ന ഇൻസ്ട്രുമെൻ്റ് അതേ പ്രിൻസിപ്പിൾ തന്നെയാണ് ഇതിലും യൂസ് ചെയ്തേക്കുന്നത്. പക്ഷേ ഇത് വളരെ ചെറുതും നമുക്ക് കയ്യിലെടുത്തുകൊണ്ട് നടക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ചെറിയ ഇൻസ്ട്രുമെൻറ്റിന് വേണ്ടിയാണ് അവർ ട്രൈ ചെയ്തത്. ഈ ഗ്യാസ് ക്രോമാറ്റോഗ്രാഫിയുടെ അതേ പ്രിൻസിപ്പിളിനോടൊപ്പം തന്നെ
അവർ ചെയ്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സർഫസ് അക്വസ്റ്റിക് വേവ് സെൻസറും കൂടെ അതിനകത്തുണ്ട്. അതോടൊപ്പം തന്നെ ചില മെഷീൻ ലേണിംഗ് അൽഗോരിതംസും കൂടെ ചേർന്ന ഒരു കോമ്പിനേഷനാണ് ഈ നോസ് എന്ന് പറയുന്ന ഡെവലപ്പ് ചെയ്ത സാധനം. റിസർച്ച് ഫേസിൽ തന്നെ ഇരിക്കുകയാണ്. അത് ഡോക്ടേഴ്സിൻ്റെ അടുത്തൊന്നും എത്താവുന്ന രീതിയിൽ പ്രോട്ടോടൈപ്പ് ഒന്നും ആക്കിയിട്ടില്ല. ഇത് ചെയ്യാൻ വേണ്ടി, ഈ മോഡലൊന്ന് ട്രെയിൻ ചെയ്യാൻ വേണ്ടി അവർ 31 ഓൾറെഡി രോഗമുള്ള പാർക്കിൻസൺസ് ഡിസീസുള്ള പേഷ്യൻസിൻ്റെയും ഡേറ്റ കളക്ട് ചെയ്ത്, പ്രത്യേകിച്ച് അവരുടെ അപ്പർ ബോഡിയുടെ വിയർപ്പ് കളക്ട് ചെയ്തതിന് ശേഷം അതിനകത്തുള്ള ഈ വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് ഉണ്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞ octanal, hexyl, acetate, ഒരു ആൽഡിഹൈഡ് കോമ്പൗണ്ട്, അതിൻ്റെ എല്ലാം ഒരു പ്രസൻസ് അവർ ഈ ഇൻസ്ട്രുമെൻറ്റിലൂടെ സ്റ്റഡി ചെയ്യാനാണ് നോക്കിയത്. അതിനോടൊപ്പം തന്നെ ഒരു 32 ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാരുടെ സ്വാബ്സും കളക്ട് ചെയ്തിട്ട് അവർ നോക്കിയപ്പോൾ അതിന് തമ്മിലുള്ള ഡിഫറൻസസ് ഉണ്ടല്ലോ, അതായത് ഹെൽത്തി ആയിട്ടുള്ള ആളും ഒരു PD പേഷ്യൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് ഈ മെഷീൻ ലേണിംഗ് അൽഗോരിതം വഴി പ്രിഡിക്റ്റ് ചെയ്യും. അതിനുശേഷം ഒരു മോഡൽ ഉപയോഗിച്ച് ഇത് ഡയഗ്നോസിസിന് വേണ്ടി യൂസ് ചെയ്യുകയാണ് ചെയ്തത്. ഈ സ്റ്റഡിയിൽ നിന്ന് അവർക്ക് മനസ്സിലായത് ഇത് റീസണബിളി നന്നായിട്ട് തന്നെ ഈ മോഡൽ ട്രെയിൻ ചെയ്യാൻ കഴിയുന്നുണ്ടെന്നും, പിന്നെ ഈ ട്രെയിൻ ചെയ്ത മോഡൽ പിന്നീട് ഒരു 12 PD പേഷ്യൻസിനെ, പിന്നെ ഹെൽത്തി ആയിട്ടുള്ള മറ്റൊരു 12 പേഷ്യൻസിനെയും കൂടെ കളക്ട് ചെയ്തതിന് ശേഷം, അവരുടെയും കൂടെ ഡേറ്റ കളക്ട് ചെയ്തതിന് ശേഷം ഈ മോഡലിൻ്റെ ഒരു ആക്യുറസി ടെസ്റ്റ് ചെയ്തപ്പോൾ ഏകദേശം ഒരു 70% മുകളിൽ അത് നന്നായി പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട് എന്നാണ് മനസ്സിലായത്. ഇതിൽ തന്നെ നിങ്ങൾക്കറിയാം നമ്പർ ഓഫ് പേഷ്യൻസൊക്കെ വളരെ കുറവാണ്. അപ്പം മോഡലിൻ്റെ ഒരു കേപ്പബിലിറ്റി വളരെ ഇനിഷ്യൽ സ്റ്റേജിലാണ്. ഇപ്പോഴും കൂടുതൽ പേഷ്യൻസിൻ്റെയൊക്കെ ഡേറ്റ ഉപയോഗിച്ച് ഇത് ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ കുറേ കൂടെ നല്ല പ്രിഡിക്ഷൻ റിസൾട്ട്സൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ കെമിക്കൽ കോമ്പൗണ്ട്സ് ഉണ്ടല്ലോ, വോളറ്റൈൽ കോമ്പൗണ്ട്സ്, അതിൻ്റെ ഒരു പ്രഡിക്ഷൻ ഇൻഡിവിജ്വലി നോക്കിയപ്പോൾ അതിൻ്റെ മോഡൽസിൻ്റെ ഒരു കേപ്പബിലിറ്റി കുറവാണ്. പക്ഷേ ഒരു ഓർഡർ പ്രൊഫൈൽ ഉണ്ടല്ലോ, നമ്മുടെ വിയർപ്പിൻ്റെ ഹോൾ വോളറ്റൈൽ കോമ്പൗണ്ട്സിൻ്റെ ഒരു പ്രൊഫൈൽ ഉപയോഗിച്ച് പ്രിഡിക്റ്റ് ചെയ്തപ്പോൾ ആക്യുറസി നന്നായി ഇമ്പ്രൂവ് ചെയ്തെന്നാണ് ഈ സ്റ്റഡി പറയുന്നത്. പ്രത്യേകിച്ച് ഇപ്പോഴും അവർ പറയുന്നത് ഇത് ലാബ് സ്കെയിലാണ്, ഒരിക്കലും ക്ലിനിക്കൽ ട്രയലിന് വേണ്ടിയൊന്നും എത്തത്തക്ക രീതിയിൽ ഇതിപ്പോൾ മോഡൽ ഡെവലപ്പ് ചെയ്തിട്ടില്ല. ഒരുപക്ഷെ കൂടുതൽ ആൾക്കാരുടെ ഡേറ്റ ഉപയോഗിച്ച് കൂടുതൽ പല രാജ്യങ്ങളിൽ നിന്നും പല ഏജിലും പല കണ്ടീഷനിലുള്ള പേഷ്യൻസിൻ്റെ ഡേറ്റ ഉപയോഗിച്ച് ഈ മോഡൽ പ്രിഡിക്റ്റ് ചെയ്ത് അതിൻ്റെ ഒരു സ്ട്രെങ്ത് ഒക്കെ ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷം മാത്രമേ ഒരു ക്ലിനിക്കൽ ലെവലിലേക്ക് ഇത് ഡെവലപ്പ് ചെയ്യുള്ളൂ എന്നാണ് റിസർച്ചേഴ്സ് പറഞ്ഞു വെക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്ന ഇത്തരത്തിലുള്ള ബയോ ഇൻസ്ട്രുമെൻറ്റ്സും ഇത്തരത്തിലുള്ള ഡേറ്റ സയൻസൊക്കെ ഇപ്പോൾ വളരെ കാര്യമായി വളരുന്നുണ്ട്. ഇത്തരത്തിലുള്ള വിയർപ്പ് പോലുള്ള പ്രോക്സി ഇൻഫർമേഷൻസൊക്കെ ഉപയോഗിച്ച് മെഷീൻ ലേണിംഗ് അൽഗോരിതമൊക്കെ ഉപയോഗിച്ച് മെഡിക്കൽ ഫീൽഡിൽ തന്നെ യൂസ് ചെയ്യാവുന്ന ഇത്തരത്തിലുള്ള ഡയഗ്നോസ്റ്റിക് ഇൻസ്ട്രുമെൻറ്റ്സ് ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. അത് നല്ല കാര്യം തന്നെയാണ്. നിങ്ങൾക്ക് ഈ സ്റ്റഡി ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. മറ്റൊരു ദിവസം മറ്റൊരു സ്റ്റഡിയുമായി വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരാം. അതുവരെ നന്ദി, നമസ്കാരം.